മമ്മൂട്ടിക്കൊപ്പം പോത്തൻപാവയിലും മോഹൻലാലിനൊപ്പം ചോട്ടാ മുംബൈയിലും അഭിനയിച്ച് തമാശയുടെ രസച്ചരടുകൾ പൊട്ടിച്ച് മലയാളി പ്രേക്ഷകരെ കുടുകുടെ ചിരിപ്പിച്ച അതുല്യ കലാകാരനാണ് ബിജുക്കുട്ടൻ. ചെറുതും വലുതുമായ 100ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. പക്ഷേ കുറച്ചു നാളായ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ വലിയൊരു ഗ്യാപ്പുണ്ടായി. അതിനെക്കുറിച്ച് ബിജുക്കുട്ടനോട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കാനുള്ള ആവേശമുണ്ടായി. എന്തുകൊണ്ടാണ് ബിജുക്കുട്ടന് മലയാള സിനിമയിൽ ഗ്യാപ്പ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ബിജുക്കുട്ടൻ പറഞ്ഞു, സത്യമാണ്, എനിക്ക് അവസരങ്ങൾ വളരെയധികം കുറഞ്ഞു. ഞാൻ ചെയ്യുന്ന റോളുകൾ ആവർത്തന വിരസത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കണ്ട് ജനങ്ങൾക്ക് എന്നെ മടുത്തിട്ടുണ്ടാകാം, ഞാൻ ഓവർ യൂസ്ഡ് ആയിട്ടുണ്ടാകാം എന്നൊക്കെയാണ് ബിജുക്കുട്ടൻ പറഞ്ഞത്. ബിജുക്കുട്ടൻ്റെ സത്യസന്ധമായ ഈ വാക്കുകൾ ഒരു കലാകാരനിൽ സംഭവിക്കേണ്ട ഏറ്റവും മികച്ച തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഓരോ കലാകാരനും നവീകരിക്കപ്പെടേണ്ടത്. ഒരുപക്ഷെ വലിയ താരങ്ങൾക്കും സംവിധായകർക്കും എഴുത്തുകാർക്കും തങ്ങളുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാകാതെ പോകുന്നത് ഇതുപോലെയുള്ള ആത്മവിമർശനങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരാജയം അംഗീകരിക്കാനുള്ള മനസ്സ് ഇല്ലാത്തത് കൊണ്ടാവാം. എന്തുകൊണ്ടോ ആ സിനിമ വർക്കായില്ല, അത് എന്താണെന്നറിയില്ല തുടങ്ങിയ ക്ലീഷേ ഡയലോഗുകളിലൂടെ മുഖരക്ഷിക്കാൻ ബിജുക്കുട്ടൻ ശ്രമിച്ചില്ല. സിനിമാക്കാരൻ്റെ ജാടകളില്ലാത്ത, അമിത വിനയം ചൊരിയാത്ത ഉത്തരങ്ങളിൽ ഡിപ്ലോമസി കുത്തിനിറയ്ക്കാതെ ഹൃദയഹാരിയായി ബിജുക്കുട്ടൻ ആ അഭിമുഖത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഈ അഭിപ്രായം കേട്ട് ഇലക്ഷനിൽ തോൽക്കുമ്പോൾ മാത്രം വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നവർക്കുള്ള തിരിച്ചറിവ് നല്ലതാണ് എന്നാണ് ഒരു ബിരുദൻ കമൻറ്റിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 10ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച, ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ കഷ്ടപ്പെട്ട, അടുക്കള പുകയാൻ മിമിക്രി ട്രൂപ്പുകളിൽ തുടങ്ങി ചെറിയ വേഷങ്ങൾ ചെയ്ത സിനിമയുടെ മായിലോകത്തെത്തിയ ബിജുക്കുട്ടൻ, നിങ്ങളെ ഞങ്ങൾക്ക് ഇനിയും മടുത്തിട്ടില്ല. നിങ്ങൾ തെറ്റുകൾ തിരുത്തി അഭിനയത്തിൻ്റെ രസതന്ത്രം പഠിച്ചു വരൂ. അവസരങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഞങ്ങളും. ബിജുക്കുട്ടൻ കാണിച്ച ഈ ആറ്റിറ്റ്യൂഡിന് ഞങ്ങളും ഹൃദയത്തിൽ നിന്ന് 1000 സല്യൂട്ടുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. GP's മീഡിയ സല്യൂട്ട് യു, മിസ്റ്റർ ബിജുക്കുട്ടൻ.